ഹല്ലേലൂയ. കർത്താവിന്റെ ദാസി ഇന്ന് ഞങ്ങളുടെ മധ്യത്തിൽ കടന്നു വന്ന് ഹല്ലേലൂയ വചനം സംസാരിക്കുവാൻ കർത്താവിന്റെ ആത്മാവ് ഹല്ലേലൂയ കർത്താവിന്റെ ദാസിക്ക് അവസരം ഒരുക്കിയ ഹല്ലേലൂയ മനസ്സ് കാണിച്ച കർത്താവിന്റെ ദാസിയോടുള്ള നന്ദിയെ അറിയിക്കുന്നു. സഭയായി ഹല്ലേലൂയ സഭ एक साथ प्रभु का दासी को अपनी हाथ उड़ाकर वंदन करेंगे. ഹല്ലേലൂയ ഹല്ലേലൂയ. താങ്ക് യു. കർത്താവിന്റെ മുന്നോട്ടുള്ള സമയം കർത്താവിന്റെ ദാസിക്കുള്ളതാണ്. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ജയ മസീഹ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഞാൻ ഒരു പാട്ടിന്റെ 2 വരികൾ ഒന്ന് പാടാം എന്ന് വിചാരിക്കുന്നു. ഹല്ലേലൂയ. मैं थोड़ा एक गीत का 2 लाइन में गाना चाहता हूँ. हालेलुया. यीशु मसीह तेरे जैसा है कोई नहीं, तेरे चरणों में झुके आसमान और महिमा गाए ज़मीन. हम गाए हो साना, तू राजाओंगा ए है राजा, तेरी महिमा होवे सदा. तू है प्रभु हमारा खुदा, तू है प्रभु हमारा खुदा. प्यारे पिता तूने हमसे कितना प्यार किया, हमें पापों से छुड़ाने को अपने बेटे को कुर्बान किया. हम गाए हो साना, तू राजाओंगा ए है राजा, तेरी महिमा होवे सदा. तू है प्रभु हमारा खुदा, तू है प्रभु हमारा खुदा, तू है प्रभु हमारा खुदा. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. परमेश्वर की महान नाम आज दिन में आज शाम को एक बार और हालेलुया धन्य कहा जाए. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ ഇപ്പോഴായിരിക്കുന്നു. നമുക്ക് വളരെ തുടർമാനമായ ദിവസങ്ങളായി ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുവാനും പ്രാർത്ഥിക്കുവാനും ദൈവം തന്ന ഈ ഒരു നല്ല അവസരത്തിനായി സ്തോത്രം. हम परमेश्वर की चरणों में हो रहे हैं लगातार. पिछला कुछ 2-3 महीना से लगातार प्रभु के चरणों में होते रहने के लिए हालेलुया प्रभु ने हमारे जीवन में असुलभ अवसर दे रहा है. ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ ഇരിക്കുന്ന ഓരോ നിമിഷവും ദൈവം അത് വിലയേറിയതായി, അതായത് നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരും. हम परमेश्वर के चरणों में बिताने वाला एक दिन हमारे जीवन के लिए बहुत आशीष का दिन होगा. ഹല്ലേലൂയ. നമ്മൾ പാപികളായിരിക്കുമ്പോൾ തന്നെ നമ്മെ സ്നേഹിച്ച് തന്റെ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ച ദൈവം നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നു. हम जब पापी होने के बाद भी यीशु मसीह के लहू से हमको उद्धार देकर अपना प्रिय पुत्र यीशु मसीह की राज्य में हालेलुया उसका हालेलुया वारिस बनने के लिए प्रभु ने हमको अधिकार दिया. हम प्रभु ने हमारे ऊपर दया किया. ഹല്ലേലൂയ. ഇന്ന് ഹല്ലേലൂയ നാം ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ എന്നെ ദൈവം ഓർമ്മിപ്പിച്ച ഒരു വചനം വായിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് സംസാരിക്കാനായി ഞാൻ ആഗ്രഹിക്കുന്നു. आज का दिन में परमेश्वर के चरणों में वचन मनन करने के लिए प्रभु ने मेरे को दिया हुआ एक वचन पढ़ेंगे, उसके बाद प्रार्थना करेंगे, फिर हम वचन में जाएंगे. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം. यिर्मयाह नबी का किताब उसका 17 अध्याय उसका 7वां वचन पढ़कर हम प्रार्थना करेंगे. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും.
ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കയില്ല, അതിന്റെ ഇല പച്ചയായിരിക്കും, വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. എത്രാമത്തെ അധ്യായം വായിച്ചേ? ഇരമ്യാ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം 7-ാം വാക്യം. അല്ലല്ലോ, അച്ഛാ, ജെരമ്യാവ്. ഓക്കെ, പഠിയേ. धन्य है वो पुरुष जो यहोवा पर भरोसा रखता है, जिसने परमेश्वर को अपना आधार माना है। वो उस वृक्ष के समान है होगा जो नदी के किनारे लगा हो और उसकी जड़ जल के पास फैली हो। जब धूप होगी तब उसको ना लगेगी, उसके पत्ते हरे रहेंगे और सूखे वर्ष में भी उनके विषय में कुछ चिंता ना होगी, क्योंकि वह तब भी फलता रहेगा। ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമായ കർത്താവെ, ഞങ്ങൾ ഒന്നിച്ച് അപ്പന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. പ്രിയ പിതാവേ, പുത്രന്റെ നാമത്തിൽ ഞങ്ങൾ അടുത്തു വരികയാണ്. കർത്താവെ, അടിയങ്ങളുടെ മുന്നിലിരിക്കുന്ന സകല ഹല്ലേലൂയ ദൈവജനത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയ കർത്തൃദാസനായി പ്രാർത്ഥിക്കുന്നു. അടിയങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം പ്രിയ കർത്തൃദാസൻ ഒരുക്കി തന്നല്ലോ കർത്താവെ. ദൈവമേ, കർത്തൃദാസനെ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. സകലവിധമായ ദൈവിക അനുഗ്രഹങ്ങളാലും ദൈവം അനുഗ്രഹിക്കണമേ. ദൈവമേ, അടിയങ്ങളുടെ ശബ്ദം കേൾക്കുന്ന ഓരോ മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവരുടെ ഹൃദയങ്ങളെ ദൈവം ഈ ദിവസങ്ങളിൽ തുറക്കണമേ. ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കുവാൻ ദൈവം അവരെ പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ വലിയ കരുണയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. यहाँ लिखा है परमेश्वर पर आश्रय रखना, भरोसा रखना और परमेश्वर को ही अपना आधार मानना हो, वो व्यक्ति धन्य है करके यहाँ लिखा है. ഹല്ലേലൂയ. നമ്മൾ ഇപ്പോൾ തന്നെ നമ്മൾ നോക്കുമ്പോൾ ഈ ഈ ഈ സൂം മീറ്റിംഗിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവജനത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. आज जो जूम मीटिंग में आया हुआ हर एक व्यक्तियों के लिए मैं परमेश्वर को धन्यवाद कहता हूँ. ഒത്തിരി പേർക്ക് അവസരങ്ങൾ ഉണ്ടായിട്ടും ദൈവത്തിന്റെ പാദപീഠത്തിങ്കൽ കടന്നു വന്നിരിക്കുവാൻ ഹല്ലേലൂയ ദൈവമക്കൾക്ക് ദൈവം കൊടുത്ത ആ ഒരു നല്ല മനസ്സിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. बहुत सारे लोगों को ये अवसर और संदर्भ होते हैं, लेकिन वो इस्तेमाल ना करते वक्त हमारे जीवन में प्रभु के चरणों में इस समय को बिताने के लिए प्रभु ने दिया हुआ मन के लिए, प्रभु ने किया हुआ परिस्थिति के लिए मैं प्रभु को धन्यवाद करता हूँ. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നതിന്റെ, അതായത് ദൈവത്തോടുള്ള സ്നേഹത്തിന്റെ ആ ദൈവത്തോടുള്ള സ്നേഹത്തിന്റെ ഒരു 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 പ്രവൃത്തിയാണ് നാം ദൈവത്തിന്റെ സന്നിധിയിൽ അല്പസമയം ഇരിക്കുന്നത്. हम लोग परमेश्वर से जो प्रेम करता है उसका एक चिन्ह है जो आप प्रकट कर रहा है प्रभु की उपस्थिति में बैठ रहा. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ ആശ്രയിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക, ആ ഒരു വിഷയത്തെ പറ്റിയാണ് ഞാൻ ദൈവമക്കളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. पर भरोसा रखना और प्रभु को अपना आधार मानना, उस विषय के बारे में है मैं आप लोगों को आज बताना चाहता हूँ. ഹല്ലേലൂയ. നമ്മൾ ഒരു വ്യക്തിയെ ആശ്രയിക്കുമ്പോൾ हम एक व्यक्ति पर शरण पाते हैं, उनको मानते वक्त നമ്മൾ അവരിൽ നിന്ന് എന്തൊക്കെയോ പ്രതീക്ഷിക്കുന്നുണ്ട്. हम उनसे बहुत कुछ हालेलुया उस बदले में हालेलुया उन पे भरोसा रखने के बदले में हम उनसे कुछ चाहते हैं. നമ്മൾ ബൈബിളിൽ ഒരു വാക്യം വായിക്കുകയാണ്, നിങ്ങൾ പ്രഭുക്കന്മാരിലും മനുഷ്യരിലും ആശ്രയിക്കരുതെന്ന് ദൈവത്തിന്റെ വചനത്തിൽ നമ്മെ പഠിപ്പിക്കുന്നു. प्रभु का पवित्र वचन भजन संगीत 118 पे लिखा है, तुम धनी प्रभु लोगों में आश्रय मत करो और मनुष्यों में तुम भरोसा मत रखो. പക്ഷെ ദൈവം പറയുകയാണ്, നിങ്ങൾ എന്നെ ആശ്രയിക്കുക, എന്നിൽ ആശ്രയിക്കുക. परमेश्वर हमको कह रहा है तुम मुझ पर भरोसा रखो. ഹല്ലേലൂയ. നമ്മൾ നിങ്ങൾ അതായത് ദൈവമക്കളൊക്കെ ചിലപ്പം കൃഷി ചെയ്യുന്നവരായിരിക്കാം. നമുക്കറിയാം, ഈ വള്ളിപ്പടർപ്പുകൾ പടർന്നു നിൽക്കുന്ന ചില ചെടികൾ, അത് ഉയർന്നു നിന്ന് വളരാൻ വേണ്ടി നാം അതിന് ഒരു കമ്പ് നമ്മൾ അതിന് നാട്ടിക്കൊടുക്കാറുണ്ട്. അത് ആ कम्बिल ആശ്രയിച്ചാണ് ആ ചെടി വളരുന്നത്. हम लोगों ने देखा है, जो खेती करने वाले को अच्छे से मालूम है, जो बरबट्टी हुआ हालेलुया उस तरीके का, जैसे करोला हुआ उस तरीके का जो पौधा जब लगाता है उसको वो जमीन में फैल जाता है. इसलिए हम क्या करते हैं, एक डंडा
उसका जो पौधे के किनारे पे लगाते हैं, और वो जो पौधा उसी लकड़ी पर, वो डंडे पर लगाकर वो अच्छे फलवंत होता है। मतलब उस पौधे का जो शरण है, आश्रय है, वो डंडा। ഹല്ലേലൂയ. അതുപോലെ ദൈവത്തിന്റെ വചനത്തിൽ പറയാണ്, ഹല്ലേലൂയ, നമുക്ക് ആ ഒരു പ്രതലത്തിൽ അത് വളർന്നു കയറിയില്ല എങ്കിൽ അതിന് ചിലപ്പോ വളർച്ച വരികയോ അതിൽ നിന്ന് ഫലം പുറപ്പെടുകയോ ചെയ്യാത്ത ഒരു അവസ്ഥയുണ്ടാകാം. अगर आप सोचेगा मैं ये बरबटी को या करेला सब्जी को मैं उसको, या जो हालेलुया उस तरीके के सब्जियों को मैं वो नहीं लगाना, पड़े रहने दो जमीन में ही, वो अगर होना तो होना, लेकिन आपको अच्छे फल नहीं पिलाएगा। ഹല്ലേലൂയ. ഇവിടെ നാം കാണേണ്ട ഒരു കാര്യം, നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ഒരു വ്യക്തി വിവാഹിതനാകുമ്പോൾ ആ വ്യക്തിയുടെ ഭാര്യ എപ്പോഴും ആ വ്യക്തിയെ ആശ്രയിച്ച് മാത്രമാണ് മുന്നോട്ട് പോകുന്നത്. हम देखे हैं हमारी परिवार में जब एक शादी होते है कि लड़का किसी लड़की को शादी करके लाते हैं, उसके बाद वो अपने मायके घर को छोड़कर अपनी जो शादी करके लाया हुआ अपनी पति का हालेलुया अधीन हो जाता है। ഹല്ലേലൂയ. അതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾ അവരുടെ ഒരു നല്ല ഒരു പ്രായമാകുന്നത് വരെ അവര് മാതാപിതാക്കളെ ആശ്രയിച്ച് ജീവിക്കുന്നു. हम देखे बच्चे लोग जन्म होने से जब अपनी मेहनत करने के लिए बाहर अपनी कमाई के लिए नहीं जाते, तब तक अपने माता पिता का आश्रय पाकर जीते हैं। ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ വായിച്ച ഒരു വാക്യം നമ്മൾ കണ്ടോ, അതായത് യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. यहाँ लिखा है परमेश्वर पर भरोसा रखना, और साथ साथ लिखा है और परमेश्वर ही उसका हालेलुया आधार मानना व्यक्ति है धन्य। ഹല്ലേലൂയ. മറ്റുള്ള പലരും പലതിലും ഭാഗ്യം കണ്ടെത്തുമ്പോൾ നമ്മൾ പറയുകയാണ് യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് ഭാഗ്യമുള്ളവൻ. दुनिया का लोग दुनिया की अलग अलग बातों में शरण पाते, भरोसा मानते, आधार मानता है, तो यहाँ पवित्र वचन कहता है तुम परमेश्वर पर भरोसा रखो, उन्हीं को ही अपने आधार मानो। ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ ഒരു വാക്യം പറയുകയാണ്, അതായത് ആ യഹോവയിൽ ആശ്രയിക്കുന്ന മനുഷ്യനൊരു പ്രത്യേകതയുണ്ട്. അവന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികത്ത് വേരൂന്നിരിക്കുന്നതുമായ വൃക്ഷം പോലെ ഇരിക്കും. उस यहोवा पर भरोसा रखने वाला व्यक्ति के बारे में पवित्र वचन में लिखा है वो उस वृक्ष के समान होगा जो नदी के तीर पर लगा हो और उसकी जड़ जल के पास फैली हो। ഹല്ലേലൂയ. ആറ്റരികെ വേരൂന്നിരിക്കുമായ വൃക്ഷം പോലെ ഇരിക്കും. जो नदी के किनारे पर अपनी जड़ लगाया हुआ वृक्ष की नहीं होगा। അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ അത് ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കയില്ലെന്നാ പറയുന്നത്. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കയില്ല. उसका सबसे खास बात यही लिखा है जब दाम होगा, बड़े गर्मी होगा, बड़े धूप लगेगा तो उसको ना लगेगा। उसके ഹല്ലേലൂയ. അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഉഷ്ണങ്ങളും കഷ്ടപ്പാടുകളും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രയാസങ്ങളിൽ കൂടെ ഒക്കെ നാം കടന്നു പോകുമ്പോൾ നാം ചിന്തിക്കേണ്ട ഒരു കാര്യം, ഹല്ലേലൂയ, ഈ ഉഷ്ണത്തിൽ എങ്ങും തന്നെ യഹോവയിൽ ആശ്രയിക്കുന്നവന് ഒരു വാട്ടവും സംഭവിക്കുകയില്ല. परमेश्वर यहाँ हमको चेतावनी दे रहा है, जैसे वो वृक्ष नदी के किनारे पे लगाने के टाइम धूप नहीं लगता है और उसका पत्ता मुरझाता नहीं है, उसी जैसा जो परमेश्वर पर भरोसा और उनको आधार मानने वाला, जैसे धरती का जो अलग अलग परेशानियां, बीमारियां, अलग अलग सोचे विचारे जो मनुष्यों को गिराने के लिए होते हैं, उस तरीके की बातें उनके जीवन में जब लगता है तब वो घबराने की जरूरत नहीं होगा बोलता है। ഹല്ലേലൂയ. വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കുമെന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നത്. परमेश्वर का पवित्र वचन कह रहा है सूखे वर्ष में भी उनके विषय में कुछ चिंता ना होगी, क्योंकि वो तभी भी फलता रहेगा।
ഹാലേലൂയ, ഹാലേലൂയ. നമ്മുടെ ജീവിതത്തിന്റെ ഏത് സാഹചര്യങ്ങളിലും നാം വളരെ പ്രയാസത്തിൽ കൂടെ പോകുമ്പോഴും മനുഷ്യരിൽ ആശ്രയിക്കാതെ നീ നിന്റെ ദൈവമായ യഹോവയിൽ ആശ്രയിച്ചാൽ നിന്റെ ജീവിതത്തിൽ ഹാലേലൂയ മറ്റുള്ളവർ നോക്കി നിൽക്കുമ്പോൾ അനേകരെ ഹാലേലൂയ വളരെ പ്രയാസത്തിൽ കൂടെ വളരെ ബുദ്ധിമുട്ടിൽ കൂടെ അല്ലെങ്കിൽ ഹാലേലൂയ അവർക്കൊരിക്കലും കടന്നു ചെല്ലുവാൻ കഴിയാതെ ഹാലേലൂയ അവർക്കൊരു ഉയർച്ച പ്രാപിക്കാൻ കഴിയാതിരിക്കുമ്പോൾ ഹാലേലൂയ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ അവന്റെ ജീവിതത്തിലെ ഏതെല്ലാം വലിയ പ്രതിസന്ധിയിൽ കൂടെ അവൻ കടന്നുപോയാലും ആ വരൾച്ചയുള്ള കാലത്തും നിന്നിൽ നിന്ന് ഫലങ്ങൾ പുറത്തു വന്നിരിക്കും. इसका मतलब है वो वृक्ष को इसलिए अनुमान करता है जो व्यक्ति जितने भी कष्ट में, जितने भी परेशानी में, जितने भी दुख मुसीबत में जाएगा, जो प्रभु यीशु मसीह पर भरोसा रखता है, परमेश्वर की वचन के अनुसार जो जीते हैं, उस व्यक्ति के समय में चाहे दुनिया में कितनी भी गर्मी जैसा बीमारियां, दुष्ट जैसा आक्रमण आपके जीवन का विरुद्ध, आपके बच्चों का जीवन का विरुद्ध हो नहीं पाए, लेकिन वो आपको चिंता करने की जरूरत नहीं है, क्योंकि आप स्वर्गीय परमेश्वर पर भरोसा, उनको आप अपने आधार माना हुआ है, इसलिए आप घबराना नहीं, आप स्थिर रहेगा, आप मुरझाएगा नहीं, आप घबराना नहीं, प्रभु आपको आशीष देगा. हालेलूയ, हालेलूയ, हालेलूയ. സുവിശേഷ ഭാഗങ്ങളിൽ നിന്ന് ഒരു കുറച്ച് കാര്യങ്ങൾ ഞാൻ ദൈവമക്കളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യം മുതൽ ചില വാക്യങ്ങളിൽ നിന്ന് ഞാൻ ദൈവമക്കളോട് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. मत्ती सुसमाचार 15 अध्याय उसका 21 से नीचे को हम तो एक दो वचन पढ़कर उस बातों को पक्का करना चाहते हैं. हालेलूയ, हालेलൂയ, हालेलൂയ. ഇവിടെ നമ്മൾ കാണുകയാണ് ഒരു മത്തായി എഴുതിയ സുവിശേഷം 21-ാം അധ്യായം അതിന്റെ 15-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യം മുതൽ ആ ദേശത്ത് ഒരു കനാന്യ സ്ത്രീ വന്നു. അവനോട് കർത്താവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ, എന്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. उस प्रदेश से एक कनानी स्त्री निकली और चिल्लाकर कहने लगी, हे प्रभु दाऊद की संतान मुझ पर दया कर, मेरी बेटी को दुष्ट आत्मा बहुत सता रहा है. हालेलूയ, हालेलൂയ. ഈ വാക്യം നാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഹാലേലൂയ, ഒരു കനാന്യ സ്ത്രീ എന്ന് പറയുമ്പോൾ ഹാലേലൂയ അവൾക്ക് ദൈവത്തെ പറ്റിയോ അല്ലെങ്കിൽ ദൈവികമായ കാര്യങ്ങളെ പറ്റിയോ ഒന്നും അവളുടെ ആ ഒരു പശ്ചാത്തലത്തിൽ അവൾക്ക് അറിയുകയോ ദൈവത്തിന്റെ സന്നിധി കടന്നു വരുവാൻ കഴിയാത്തതോ ആയ ഒരു സ്ത്രീ ആയിരുന്നു കനാന്യ സ്ത്രീ. यहाँ कनानी स्त्री एक जाति स्त्री के बारे में बोला. उस कनानी का मतलब उस समय के जैसे हमारे देश में होता है अलग अलग गोत्र होता है, उसी जैसे एक गोत्र का वो जो स्त्री को यहूदियों के पास आना और परमेश्वर से प्रार्थना करना और प्रभु से कुछ विनती करना कभी भी होने का संभावना नहीं था. हालेलूയ, हालेलൂയ. അങ്ങനെയുള്ള ഒരു സ്ത്രീ യേശുവിനെ പറ്റി കേട്ടതിന് ശേഷം അവൾ യേശുവിനോട് നിലവിളിക്കുകയാണ്. ഹല്ലേലൂയ, കർത്താവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് അവൾ നിലവിളിച്ച് കരയുകയാണ്. ऐसा एक स्त्री है जो प्रभु परमेश्वर से कोई संबंध नहीं था, वो व्यक्ति यीशु मसीह के बारे में जानने के बाद यीशु मसीह के पास आकर चिल्लाकर कह रही है, हे दाऊद के संतान मुझ पर दया कर, मेरी बेटी को दुष्टात्मा बहुत सदा रहा. अपनी जीवन की बात उसको सामने रख रहा है. ഹല്ലേലൂയ. ദൈവമക്കളെ ഇവിടെ അറിയേണ്ട ഒരു കാര്യം, ഹല്ലേലൂയ, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും ദൈവ സമീപസ്ഥനാണ്. हालेलुया. यहाँ पहला संदेश में आपको बोलना चाहता हूँ, आप कोई भी जाति का हो, कोई भी गोत्र का हो, कोई भी वंश का हो, कोई भी भाषा का हो, जो व्यक्ति परमेश्वर को निश्चय दिल से जो पुकारते हैं उस व्यक्ति के लिए प्रभु समीप है. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. हालेलुया. यूहन्ना का रचित सुसमाचार उसका पहला अध्याय 12 वचन में इस प्रकार लिखा है, जिन्होंने उसे ग्रहण किया उसने उन्हें परमेश्वर की संतान होने का अधिकार दिया, अर्थात
उन्हें जो उसके नाम पर विश्वास रखते हैं। ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ, അതായത് അവനെ, യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തിരിക്കുകയാണ്. व्यक्ति यीशु मसीह को ग्रहण करता है, उस व्यक्ति को परमेश्वर का संतान होने का अधिकार परमेश्वर ने स्वर्ग से हमारे लिए दिया है. ഹല്ലേലൂയ. ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു ഇവിടെ ഇരിക്കുന്ന സകലരും യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച മക്കളെന്ന് ഞാൻ വിശ്വസിക്കുന്നു. यहाँ मैं विश्वास करता हूँ, यहाँ बैठा हुआ हर एक लोग यीशु मसीह को अपना उद्धारकर्ता के रूप पर यीशु मसीह को अपना स्वामी बनाया हुआ है. ഹല്ലേലൂയ. ഹല്ലേലൂയ. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഈ കാണുന്ന കനാന്യ സ്ത്രീ യേശുവിനെ പറ്റി ഒരു അറിവ് മാത്രമേ അവൾക്കുള്ളൂ. പക്ഷെ അവൾ വിശ്വസിക്കുകയാണ്, യേശു എന്റെ മകൾക്ക് വേണ്ടി, യേശു എന്റെ മകളെ സൗഖ്യമാക്കിയാൽ എന്റെ മകളുടെ മേലുള്ള സകല ഭൂതങ്ങളുടെ ബുദ്ധിമുട്ടുകളും ഭൂതോപദ്രവം മാറിപ്പോകുമെന്ന് അവൾ വിശ്വസിക്കുകയാണ്. यीशु मसीह के बारे में ये कनान्य स्त्री एक जानकारी लिया, तब उसने विश्वास किया, अगर मैं प्रभु यीशु मसीह के पास जाकर प्रार्थना करेगा तो वो मेरी बात को अगर सुनी करेगा तो मेरी बेटी के ऊपर जो भी दुष्टात्मा है, जो भी अंधकार का शक्ति है, जो भी श्रावित शक्ति है, जो भी पितृगों का जो भी कठिनाइयां है, अगर यीशु मसीह अगर दया करेगा तो वो पूर्ण रूप से जाएगा करके वो विश्वास कर रहा है. ഹല്ലേലൂയ. ദൈവമക്കളെ, എനിക്ക് നിങ്ങളോട് പറയുവാനുള്ള ഒരു കാര്യം, നിങ്ങളുടെ ജീവിതത്തിലെ ഏത് വലിയ വിഷയമായിരുന്നാലും, ഏത് വലിയ പ്രശ്നമായിരുന്നാലും, യേശുവിന്റെ നാമം വിളിച്ചപേക്ഷിച്ചാൽ യേശു നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളെ തന്നെ ചെയ്യും. हालेलुया. प्रभु के दासों और दासियों और से प्रभु के विश्वासियों, प्रभु पर विश्वास करने वाले लोगों, आज मैं दूसरी चिंता में आपको बताता हूं. आप प्रभु की चरणों में आकर, चाहे आप कोई भी जगह का हो, हालेलुया, अगर आपकी विषयों को प्रभु के सामने आकर आप चिल्लाएगा तो, प्रार्थना करेगा तो प्रभु आपको अनसुनी नहीं करेगा, प्रभु आपको सुनेगा, आपको छुटकारा देगा. ഹല്ലേലൂയ. 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 നമ്മൾ ഇവിടെ കാണുകയാണ്, യേശുവിന് അറിയാം. യേശു എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. ചിലപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ച് ചിലപ്പോൾ ഒരു വിഷയത്തിൽ വിടുതൽ വന്നില്ലെന്നിരിക്കാം. ഹല്ലേലൂയ. ചില നിമിഷങ്ങൾ, ചില 2, 3, 4 തവണയൊക്കെ നമ്മൾ ചിലപ്പോൾ ദൈവസന്നിധി പ്രാർത്ഥിക്കേണ്ടതായിട്ട് വരാമായിരിക്കാം. പക്ഷേ ഇവിടെ നമ്മൾ കാണുകയാണ്, ഹല്ലേലൂയ, ആ സഹോദരി യേശുവിന്റെ പിന്നാലെ നടന്ന് യേശുവിനോട് തന്റെ ആവശ്യങ്ങളെ നിലവിളിച്ച് പറയുകയാണ്. हालेलुया. हम लोग कभी कभी क्या करते हैं, प्रार्थना करते वक्त हम लोग सोचते हैं कि अरे प्रार्थना हुआ नहीं हुआ, लेकिन मैं बताता हूं, जब आप प्रभु की चरणों में आ गया तो आप लगातार प्रार्थना कीजिए, प्रभु से विनती कीजिए, प्रभु आपको उत्तर देगा. देखो, ये कनान्य स्त्री की प्रार्थना पहली बार दूसरी बार सुनी नहीं, लेकिन वो चिल्लाते रहा, प्रभु उनकी सुनी और उनको छुटकारा दिया. ഹല്ലേലൂയ. ഹല്ലേലൂയ. 23-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവൾ, ആ ശിഷ്യന്മാര് യേശുവിനോട് പറയാണ്, അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചു കൊണ്ടുവരുന്നു, അവളെ പറഞ്ഞയക്കണമേ എന്ന് യേശുവിനോട് ശിഷ്യന്മാർ പറയുകയാണ്. हालेलुया. वहां ये लिखा है, हालेलुया, यीशु मसीह के पास वो आने के बाद, हालेलुया, बहुत चिल्लाते हुए एक स्त्री की आवाज को चेला लोगों ने, प्रभु की प्रेरित लोगों ने, हालेलुया, उसको इतना अच्छे से वो नहीं किया, स्वीकार ना कर पाया. इसलिए परमेश्वर यीशु मसीह से बोल रहे, हे प्रभु जी, वो देखो, वो बहन हमारे पीछे पीछे चिल्लाते हुए आ रहा, आप उसको कैसे भी उसको छुड़वा दीजिए करके बोल रहा है. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവമക്കളെ, നിങ്ങൾ ഓർക്കുന്നോ, യേശു ആ നിലവിളി കേട്ടിട്ടില്ലെന്ന് നിങ്ങൾ ഓർക്കുന്നോ? आप क्या सोचता है, आपकी उस बहन का आवाज यीशु मसीह ने सुना नहीं क्या? ഹല്ലേലൂയ. ശമൂവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുകയാണ്, അതിന്റെ 1-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, ഹന്നയുടെ ഹൃദയത്തിന്റെ ചെറിയ ഞരക്കങ്ങൾ പോലും അറിഞ്ഞ് കേട്ട ദൈവം. ഹല്ലേലൂയ. ഹന്ന ഒരിക്കലും വാ തുറന്ന് ഉറക്കെ പ്രാർത്ഥിച്ചില്ലെന്ന്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ വചനത്തിൽ കാണുകയാണ്, ഹല്ലേലൂയ, ഹന്ന ഉറക്കെ കരഞ്ഞ് പ്രാർത്ഥിച്ചില്ല, അവിടെ ഹൃദയത്തിന്റെ ഞരക്കങ്ങളെ തിരിച്ചറിഞ്ഞ ദൈവം ഈ സ്ത്രീയുടെ നിലവിളി കേട്ടില്ലെന്നാണോ നിങ്ങൾ കരുതുന്നത്? हालेलुया. वहां हम देख सकता है, पुराना नियम में शमूएल का किताब 1 अध्याय में एक हन्ना करके एक बहन है,
हालेलुया, उन्होंने प्रभु के सामने गिड़गिड़ाया, प्रार्थना किया, उनकी आवाज बाहर नहीं आया। हालेलुया, वहां हम देख सकता है वहां का जो भविष्य जो याचक है, महायाचक है एली भी उनके विरुद्ध में हालेलुया वो शराब पीकर बात कर रहा करके सोचकर उसको हालेलुया वहां उसको बताता है, हालेलुया मैं आपको बताता हूं आपकी आवाज कुछ भी तरीके से हो, जोर से हो या पतला से हो, प्रभु उसको पक्का सुनते हैं। ഹാലലൂയ ഹാലലൂയ. നിങ്ങളുടെ ഹൃദയത്തിലെ ചെറിയ ഞരക്കങ്ങൾ പോലും ചിലപ്പോ നമുക്ക് ഉറക്കെ കരഞ്ഞു പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു നിമിഷമല്ലായിരിക്കാം. നമ്മുടെ വീട്ടിലുള്ള ഹാലലൂയ ഒത്തിരി സാഹചര്യങ്ങളുടെ നടുവിലിരുന്ന് നിങ്ങൾക്ക് ഉറക്കെ കരഞ്ഞു പ്രാർത്ഥിക്കാൻ കഴിയത്തില്ലായിരിക്കാം. പക്ഷെ നിങ്ങളുടെ ഉള്ളിലെ ഞരക്കങ്ങളെ പോലും തിരിച്ചറിയുന്ന ദൈവം ഹാലലൂയ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളെ ചെയ്യും. हालेलुया, हो सकता है आपका घर की छोटा अवस्था की वजह से आप जोर जोर के चिल्ला के प्रार्थना नहीं कर पा रहा होगा, लेकिन परमेश्वर का वचन के अंदर लिखा है आहे भर भर कर हालेलुया प्रार्थना करना पवित्र आत्मा हमको शिक्षा देता है। आपके हालेलुया हालेलुया आहे हैं वो प्रभु सुनकर प्रभु आपकी प्रार्थना को उत्तर देता है। ഹാലലൂയ. യേശു അവിടെ നിന്നിട്ട് ആ സ്ത്രീയോട് ഇങ്ങനെ പറയുകയാണ്. ഹാലലൂയ ഹാലലൂയ. ഇതിന്റെ 26-ാമത്തെ വാക്യത്തിൽ പറയുന്നു, കർത്താവേ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. അവനോ മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്ന് ഉത്തരം പറഞ്ഞു. അതിന് അവൾ അതേ കർത്താവേ, നായ്ക്കുട്ടികളും ഉടയവന്റെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. वहां हम देख सकता है मत्ती रचित सुसमाचार 15 का उसका 25 वचन में से हम पढ़ेंगे। पर वो आई और यीशु को प्रणाम करके कहने लगी, हे प्रभु मेरी सहायता कर। उसने उत्तर दिया, लड़कों की रोटी लेकर कुत्तों के आगे डालना अच्छा नहीं। उसने कहा, सत्य है प्रभु, पर कुत्ते भी वो चूर-चार खाते हैं जो उनके स्वामियों के मेज से गिरते हैं। ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവമക്കളെ ഹല്ലേലൂയ, ആ സ്ത്രീയുടെ വിശ്വാസത്തെയാണ് നാം ഇവിടെ കാണുന്നത്. वहां हम देख सकते हैं ये स्त्री का गहरा विश्वास कितना बड़ा है। ഹാലലൂയ. അവളോട് നേരിട്ടാണ് യേശു പറയുന്നത്, ഹാലലൂയ ഈ ഹാലലൂയ മക്കളുടെ അപ്പം ഒരിക്കലും നായ്ക്കുട്ടികൾക്ക് കൊടുക്കത്തില്ലെന്ന് പറയുന്നത്. यीशु मसीह उनके सामने वो लड़की के सामने कह रहा है कुत्तों बच्चों का रोटी हालेलुया कुत्तों को नहीं देता करके उसके सामने कह रहा है। ഹാലലൂയ. അപ്പൊ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളോട് ആരെങ്കിലും ദേഷ്യപ്പെട്ടോ നമ്മളോട് ആരെങ്കിലും ഹാലലിയ കോപിച്ചോ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ നാം എന്ത് ചെയ്യും? ഹാലലിയ അവിടെ നിന്ന് മാറിപ്പോകാനായിട്ട് ഇടയായിത്തീരും. പക്ഷേ ഈ സ്ത്രീ അവിടെ നിന്ന് മാറിയില്ല. അവൾ അവിടെ നിന്ന് യേശുവിലുള്ള ആശ്രയത്തെ അധികമായി യേശുവിനോട് പറയുകയാണ് ചെയ്യുന്നത്. हालेलुया, अगर हमारे जैसा लोग है तो जो प्रार्थना के लिए आया भाई साहब थोड़ा गुस्सा करेगा तो तुरंत प्रार्थना नहीं चाहिए करके चले जाता है। लेकिन ये देखो उसको प्रभु ने इतनी बुरी तरह से, क्योंकि उस समय का समाज यहूदी लोगों का बाहर का जितने भी जातियां होते हैं उनको सबको हालेलुया गलत रीति से विशेषण देता था, कभी कुत्ते कभी सुअर, उस तरीके के जो गलत जानवर के नाम लेकर उनको विशेषण करता था। जब यीशु मसीह ने उस स्त्री को इस तरीके से विशेषण करने के बाद भी वो अपनी विनती को प्रभु के सामने रखकर फिर उसने चिल्लाने लगा। ഹാലലിയ ഹാലലിയ. യേശു മനസ്സലിവുള്ള കർത്താവാണ്. ഹാലലിയ ഹാലലിയ. അവൻ സകല മനുഷ്യരുടെയും ജീവിതത്തിലെ സകല വിഷയത്തിന്മേലും വിടുതൽ തരുവാൻ യേശു മതിയായവനാണ്. यीशु दूसरे के ऊपर चाहने वाला व्यक्ति है। चाहे जो भी व्यक्ति दुख के साथ आंसुओं के साथ प्रभु के चरणों में आते, उस व्यक्ति के दुख को गहराई से जानकर हालेलुया उनकी प्रार्थना को उत्तर देने वाला प्रभु है। ഹാലലൂയ ഹാലലൂയ. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ സഹോദരി പെട്ടെന്ന് തന്നെ യേശുവിനോട് ഒരു വാക്ക് പറയാണ്, യേശുവേ ഹാലലൂയ ആ യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ കൊണ്ടും ഹാലലൂയ ഹാലലൂയ നായ്ക്കുട്ടികൾ ജീവിക്കുന്നു എന്ന് പറയുകയാണ്. ഹാലലൂയ. यीशु मसीह इस तरीके से जब बात किया तो वो स्त्री ने कहा, सत्य है प्रभु, पर कुत्ते भी वो चुरचार खाते हैं
जो उनके स्वामियों को मेज से गिरता है। अपने आप को यीशु मसीह ने जो बोला, हालेलुया, यहूदी लोगों को, उस समय के समाज का लोगों को इस तरीके के शब्दों को कह सकते था, जाति लोग उनके विरुद्ध नहीं बोलता था, लेकिन ये स्त्री देखो, हालेलुया, यीशु मसीह को, हाँ प्रभु जी आपने बिल्कुल सही बोला, लेकिन हालेलुया कुत्ते भी कैसे जिएंगे? जो मालिक की मेज में से जो गिरेगा उसी वस्तु में से वो जिएगा। ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അതുപോലെ ഹല്ലേലൂയ യേശു ഇവിടെ പറയുകയാണ്, യേശു അവളോട് പറയുകയാണ്, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അവളുടെ മകൾക്ക് സൗഖ്യമായി എന്ന് നാം ഈ അധ്യായത്തിൽ കാണുകയാണ്. हम देख सकते हैं उसके विश्वास का गहराई को देखकर यीशु मसीह ने उसको बोलता है, तुम्हारी विश्वास तो बहुत बड़ा है, जैसे तू चाहती है तेरे लिए वैसा ही हो, और उसकी बेटी उसी घड़ी चंगा हो गई। ഹല്ലേലൂയ. സഹോദരങ്ങളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, ഹല്ലേലൂയ, യേശുവിന്റെ പിന്നാലെ അവൾ 1-2 തവണ, ഹല്ലേലൂയ, യേശു അപ്പം ഒരു പക്ഷേ ഒരു സ്ഥലത്ത് നിന്ന് അധിക ദൂരമില്ലാത്തടത്ത് വരെ യേശു സഞ്ചരിച്ചു പോയി. പക്ഷെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവൾ 1-2 തവണ യേശുവിനോട് നിലവിളിച്ചപ്പോൾ തന്നെ യേശു അവളെ സൗഖ്യമാക്കുവാൻ മതിയായവനായി നിൽക്കുകയാണ്. പക്ഷെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവൾ വിശ്വാസത്തിന്റെ ഒരു വാക്ക് യേശുവിനോട് പറയുകയാണ്, യേശുവേ നാഥ, ഹല്ലേലൂയ, നിന്റെ ഒരു വാക്കിൽ കൂടെ തന്നെ എന്റെ ജീവിതത്തിൽ വലിയ വിടുതലുകൾ സംഭവിക്കുമെന്ന് അവൾ യേശുവിനോട് തന്നെ പറയുകയാണ്. यीशु उन्होंने जब चिल्लाया था उसकी अनसुनी करके आगे बढ़ गया, ये उनको विरुद्ध बात भी किया, लेकिन उन्होंने ये हृदय के अंदर ये विश्वास किया, यीशु मसीह तुम्हारी एक शब्द मेरे लिए काफी है, तुम कुछ भी मेरे विरुद्ध बोले, लेकिन मैं जानता हूं तुम दया करने वाला है, तुम हालेलुया लोगों के ऊपर तरस दिखाने वाला परमेश्वर है, तुम्हारी मुंह से एक शब्द निकली दे वो मेरी बेटी के लिए काफी होगा। वो जैसे वो विश्वास किया उसी जैसा उस बहन के जीवन में हुआ। ഹല്ലേലൂയ. സഹോദരങ്ങളെ, നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ 1-2 തവണ നാം ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ, നാം ആ വിഷയത്തിൽ ഒരു കാലത്തും നാം മടുത്തു പോകാൻ പാടില്ല. നാം ഹല്ലേലൂയ യേശു നമുക്ക് ഒരു പക്ഷെ നമ്മൾ ആദ്യം പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ആ വിഷയങ്ങൾക്കെല്ലാം വിടുതൽ സംഭവിച്ചെന്നിരിക്കാം. പക്ഷെ യേശു ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ആദ്യത്തെ നിന്റെ ഒരു വിശ്വാസം എനിക്ക് പോരാ, ഹല്ലേലൂയ, നീ എന്നെ കുറച്ചുകൂടെ ആശ്രയിക്കണമെന്ന് യേശു ആഗ്രഹിക്കുന്നു. സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ ഹല്ലേലൂയ, നിങ്ങൾ ഹല്ലേലൂയ ദൈവത്തോട്, യേശുവിനോട് 1-2 തവണ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ നിങ്ങളുടെ വിശ്വാസം എത്രത്തോളം വർദ്ധിക്കുന്നുവോ അതിനനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ വിടുതലുകൾ ഹല്ലേലൂയ എത്രയും വേഗം സംഭവിക്കുമെന്ന് നിങ്ങൾ അറിയേണ്ടിയിരിക്കുന്നു. हालेलुया, इस बात के द्वारा हमको ये वचन मिलता है, हमारी प्रार्थना के द्वारा बहुत जल्दी उत्तर ना मिलने का मतलब है आपको लगातार और प्रार्थना करने का मतलब ये है, यही प्रभु चाहता है कि मेरा बच्चे का विश्वास और बढ़े। जितना देर आपके आशीष को देरी होगा उस तरह मतलब आपका विश्वास बढ़ाना प्रभु चाहता है, और आपको मजबूत रखना प्रभु चाहता है, और प्रभु आपको अधिश्रेष्ठ आप जिसे प्रार्थना किया उससे बढ़कर प्रभु आपको आशीष देना चाहता है। ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മളുടെ യഥാർത്ഥത്തിൽ നാം യേശുവിൽ വന്നതിന്റെ, ഹല്ലേലൂയ യേശുവിൽ ആയതിന്റെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്, നമുക്ക് യേശുവിന്റെ സന്നിധിയിൽ, ഹല്ലേലൂയ യേശുവിന്റെ ഇനിയുമുള്ള 2ാമത്തെ വരവിൽ യേശുവിനോട് കൂടെ സ്വർഗത്തിൽ വസിക്കുക എന്നുള്ളത് നമ്മുടെ പരമപ്രധാനമായ ഹല്ലേലൂയ ലക്ഷ്യമാണ്. ये धरती पर जब हम यीशु मसीह पर विश्वास करता है, केवल इस धरती का थोड़ा चंगाई और जीवन का सुख का लाभ का द्वारा ये धरती पर कदम होने के लिए नहीं, उससे बढ़कर हमको अनंत काल में, हालेलुया, अनंत जीवन में प्रभु परमेश्वर के साथ हमारा पूरा समय, अनंत काल, करोड़ों साल प्रभु के साथ बिताना है। इसलिए हमको इस धरती पर रहते वक्त उसके लिए हम तैयार हो रहा है। ഹല്ലേലൂയ ഹല്ലേലൂയ. സഹോദരങ്ങളെ, നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഹല്ലേലൂയ ദൈവത്തോടുള്ള വിശ്വാസം കൂടാതെ നമുക്ക് ഹല്ലേലൂയ ഈ ഭൂമിയിൽ ഹല്ലേലൂയ വ്യക്തമായ ഒരു നല്ല ജീവിതം നയിക്കാൻ കഴിയത്തില്ല. प्रभु यीशु मसीह पर बिना विश्वास करके आप एक अच्छे सुख जीवन, एक आनंद जीवन, एक शांति वाला जीवन ये धरती पर आप नहीं भुगत सकता।
ഹല്ലേലൂയ, മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിക്കുക, അതോടുകൂടെ ഇതൊക്കെയും ഹല്ലേലൂയ സകലതും ദൈവം നിങ്ങൾക്ക് തരും. हालेलुया। सबसे पहले प्रभु की राज्य की खोजी बन जाओ, उसके साथ धरती का जो कुछ भी है आपको मिल जाएगा। ഹല്ലേലൂയ, സഹോദരങ്ങളെ, നിങ്ങളെല്ലാം യേശുവിന്റെ സന്നിധിയിൽ ഓടി അടുത്തു വന്നവരാ. ഹല്ലേലൂയ, നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നിനും ഒരു കാലത്തും ഒരു മുട്ടും ഉണ്ടാകുകയില്ല. आप सब प्रभु यीशु मसीह पर शरण पाया हुआ लोग है। मैं आपको विश्वास के साथ बोल सकता हूँ, आपके जीवन में कभी भी किसी चीज का कमी नहीं होगा। ഹല്ലേലൂയ, നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള വിഷമത്തിൽ കൂടോ ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസത്തിൽ കൂടോ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ, നാം വ്യക്തമായി അറിയുക, നമ്മുടെ ഹൃദയത്തിന്റെ ചെറിയ സ്പന്ദനങ്ങളെ പോലും നമ്മുടെ ചെറിയ ഞരക്കങ്ങളെ പോലും അറിയുന്ന ദൈവം നിങ്ങളുടെ വിഷയത്തിന്മേൽ ഉത്തരം തരുവാൻ മതിയായവനാണ്. हालेलुया। आपकी छोटी छोटी बात को भी, एक छोटी छोटी आह को भी उत्तर देने के लिए हमारा प्रभु यीशु मसीह काफी है। ഹല്ലേലൂയ, ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ ഹല്ലേലൂയ ഇങ്ങനെ പറയുന്നു, മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് എന്നുള്ളതിന് അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞു. लूका सुसमाचार उसका 18 अध्याय में एक वह जगह लिखा है, हालेलुया, निरंतर प्रार्थना करने के बारे में, हालेलुया, और उसका हियाव ना छोड़ने के बारे में एक दृष्टांत कहा है। ഹല്ലേലൂയ, അവിടെ നമ്മൾ കാണുകയാണ് ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ലാത്ത ഒരു ന്യായാധിപൻ. അതായത് ദൈവത്തെ അദ്ദേഹത്തിന് ഭയമേ ഇല്ല, മനുഷ്യരെ ഒട്ടും വകവയ്ക്കാത്ത ഒരു മനുഷ്യൻ, അദ്ദേഹം ഒരു ന്യായാധിപൻ ഉണ്ടായിരുന്നു എന്ന് ഒരു ഉപമയിൽ കൂടെ യേശു പറയുകയാണ്. एक दृष्टांत बताता है, परमेश्वर से ना डरने वाला और मनुष्यों की परवाह ना करने वाला एक न्यायी उस नगर में रहते थे। ഹല്ലേലൂയ, ആ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു. उस नगर में एक विधवा भी होते थे। ഹല്ലേലൂയ, അവൾ അവന്റെ അടുക്കൽ ചെന്ന് തന്റെ പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തി രക്ഷിക്കണമേ എന്ന്, അതായത് തന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരു പ്രശ്നത്തിൽ നിന്ന് തന്നെ വിടുവിക്കണമേ എന്ന് ആ ന്യായാധിപനോട് പോയി അവൾ അപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. विधवा वो न्यायी के सामने जाकर बोलता है, मेरा न्याय झुकाकर मुझे मुद्दई से बचा। ഹല്ലേലൂയ, ഹല്ലേലൂയ, ഇവിടെ കാണുകയാണ് കുറെ കാലത്തേക്ക് അവന് മനസ്സിലായിരുന്നു. वहां हम देख सकता है बहुतेरे समय, हालेलुया, वो नहीं चाहता था, न्यायाधीश कभी नहीं चाहता था विधवा का मुद्दई को न्याय को चुका दे। ഹല്ലേലൂയ, പിന്നെ അവന്റെ മനസ്സിൽ തന്നെ തോന്നിയിട്ട് അവൻ തന്നെ പറയുകയാണ്, എനിക്ക് ദൈവത്തെ ഭയവും ഇല്ല, മനുഷ്യനെ ശങ്കയുമില്ല, എങ്കിലും ഈ വിധവ എന്നെ അസഹ്യമാക്കുന്നത് കൊണ്ട് ഞാൻ അവളെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും എന്ന് പറയുകയാണ്. हालेलुया, उसको परमेश्वर से ना डरता था और ना मनुष्यों से परवाह करता था, लेकिन वो बोलता है ये विधवा मुझे सताती रहती है, इसलिए मैं उसका न्याय चुकाऊंगा करके कहता है। ഹല്ലേലൂയ, ഹല്ലേലൂയ, അദ്ദേഹം പിന്നീട് പറയാണ്, അവൾ ഒടുവിൽ വന്ന് എന്നെ മുഖത്തടിക്കും എന്നുള്ളുകൊണ്ട് പറഞ്ഞ ആ അനീതിയുള്ള ന്യായാധിപൻ പറയുന്നത് കേൾപ്പി. वहां लिखा है, वो खड़ी खड़ी आकर अंध को मेरे नाक में दम करे, इसलिए मैं उसको हालेलुया उसका मुकदमा को कराऊंगा। ഹല്ലേലൂയ, എന്നാൽ സഹോദരങ്ങളെ, നമ്മൾ ഇവിടെ അതിന്റെ 7-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുകയാണ്, ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തന്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കയില്ലയോ? വേഗത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. लिखा है, क्या परमेश्वर अपने चुने हुओं को न्याय नहीं चुकाएगा जो रात दिन उसकी दुहाई देते रहते, और क्या वह उनके विषय में देर करेगा? मैं तुझसे कहता हूं, वह तुरंत उनका न्याय चुकाएगा। ഹല്ലേലൂയ, സഹോദരങ്ങളെ, നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഹല്ലേലൂയ, യേശു നമ്മുടെ ജീവിതത്തിലെ ഏതെല്ലാം വലിയ വിഷയമായിരുന്നാലും, ഹല്ലേലൂയ, നാം ഏത് വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നോ, ഹല്ലേലൂയ, ചിലപ്പോൾ കുഞ്ഞുങ്ങളുടെ വിഷയങ്ങളായിരിക്കാം, ചിലപ്പോൾ കുഞ്ഞുങ്ങളുടെ വിവാഹ സംബന്ധമായ വിഷയങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തികമായ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളായിരിക്കാം. നിങ്ങൾ ദൈവത്തിന്റെ സന്നിധി നിരന്തരമായി ദൈവത്തിന്റെ സന്നിധി നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, സഹോദരങ്ങളെ, ഹല്ലേലൂയ, നിങ്ങളുടെ വിഷയത്തിൽ യേശു ഹല്ലേലൂയ നിങ്ങൾക്ക് വിടുതൽ അയക്കുവാൻ മതിയായവനായ ദൈവമാണ്.
आप कोई भी विषय को लेकर प्रभु के चरणों में प्रार्थना करता हो, आपका घर के विषय हो, आपका शारीरिक विषय हो, आपका कुटुंब जीवन का विषय हो, आपका बच्चों का विषय हो, आपका माता पिता का विषय हो, कोई भी विषय को लेकर आप प्रार्थना कर रहा हो, देखो बहुत जल्दी प्रभु आपके विषय को परिहार देकर आपको हालेलुया मुकदमा जैसे अन्याय व्यक्ति ने न्याय किया, जो न्याय व्यक्ति विधवा को किया, उससे बढ़कर प्रभु अपने पवित्र लोगों के लिए करेगा। ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവമക്കളെ, നാം ഇവിടെ കാണേണ്ട ഒരു കാര്യം 1 യോഹന്നാൻ 3:1 പറയുന്നു, കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു എന്ന് യോഹന്നാന്റെ ലേഖനത്തിൽ നാം കാണുകയാണ്. हालेलुया, हम लेके हैं परमेश्वर का पवित्र वचन, पहला यूहन्ना 3:1 में लिखा है, देखो पिता ने हमसे कैसा प्रेम किया है कि हम परमेश्वर की संतान कहलाए और हम हैं भी। आमीन। ഹല്ലേലൂയ ഹല്ലേലൂയ. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ നാം പാപത്തിന്റെ കുഴിയിലായിരുന്നപ്പോഴും നമ്മെ തേടി വന്ന ഹല്ലേലൂയ നമ്മളെ സ്നേഹസമ്പന്നനായ പുത്രന്റെ രാജ്യത്തിലാക്കിയ തമ്പുരാൻ, ഹല്ലേലൂയ, ഇത്ര വലിയ ഹല്ലേലൂയ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ, ഹല്ലേലൂയ നാം വിശുദ്ധരായി തീരുവാൻ, ഹല്ലേലൂയ ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ, ഹല്ലേലൂയ പിതാവ് നമുക്ക് വലിയ സ്നേഹമാണ് നൽകിയിരിക്കുന്നത്. हालेलुया, हम पापी होने के बाद भी हमारा पाप से छुटकारा देने के लिए स्वर्गीय सीमा को हालेलुया छोड़कर हमारे लिए जगत में आया प्रभु यीशु मसीह। हालेलुया, हमको प्रभु का संतान, परमेश्वर का बच्चा करके पुकार कर इतना बड़ा प्रेम हमारे जीवन में किया। ഹല്ലേലൂയ ഹല്ലേലൂയ. നാം കണ്ടല്ലോ, രണ്ട് സ്ത്രീകളെ നാം അവിടെ കാണുകയാണ്. ഒന്ന് കനാന്യ സ്ത്രീ, അവളുടെ വിശ്വാസം, അവളെ എന്തെല്ലാം പറഞ്ഞ് അവിടെ സാഹചര്യങ്ങളെ മാറ്റുവാൻ നോക്കുമ്പോഴും ഹല്ലേലൂയ അവൾ അവിടെ ആശ്രയത്തിൽ നിന്ന് മാറുന്നില്ല, ആ ദൈവത്തിൽ തന്നെ അവൾ ആശ്രയിക്കുകയാണ്. हालेलुया, वहां हम यहाँ 2 स्त्रियों को हम देखते हैं, एक है कनान्य स्त्री, हालेलुया, उन्होंने प्रभु पर में यीशु मसीह पर विश्वास किया, वो विश्वास से बिल्कुल नहीं हटा, उस पे अटल रहा। हालेलुया, ये है हम उसका विश्वास को हम देख रहा है। ഹല്ലേലൂയ. നാം രണ്ടാമത് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നാം കണ്ടല്ലോ, ആ വിധവയായ സ്ത്രീയും ഹല്ലേലൂയ ഹല്ലേലൂയ തന്നെ ഹല്ലേലൂയ അദ്ദേഹത്തെ അസഹ്യപ്പെടുത്തുകയാണ്, ആ ന്യായാധിപനെ അസഹ്യപ്പെടുത്തി അദ്ദേഹത്തിനോട് പറയുകയാണ്, എന്നെ രക്ഷിച്ചേ മതിയാകുള്ളൂ. അപ്പോൾ തന്നെ ദൈവം അവിടെ നമ്മളോട് പറയുകയാണ്, ഹല്ലേലൂയ, എന്നാൽ തന്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദൈവം ഹല്ലേലൂയ ഹല്ലേലൂയ അത്ഭുതങ്ങളെ ചെയ്യാതെ ഇരിക്കുമോ? दूसरा स्त्री के विधवा के बारे में बोलते हैं, जो न्यायाधीश है, जो परमेश्वर को नहीं मानता और मनुष्यों को परवाह न करने वाला, वो विधवा उनको बराबर उनको हालेलुया नाक का दम करने की वजह से हालेलुया उनके न्याय को चुकाते, विधवा का मुकदमा को करता है। हालेलुया, प्रभु हमको बोलता है, पवित्र लोगों को परमेश्वर कितने अधिक उनके सामने चिल्लाने वाले को कितने अधिक जल्दी प्रभु उत्तर देगा। ഹല്ലേലൂയ ഹല്ലേലൂയ. നാം യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് വായിച്ചു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു എന്ന് നാം വായിച്ചു. हालेलुया, हम यूहन्ना का सुसमाचार के बारे में पढ़ा, जो व्यक्ति प्रभु यीशु मसीह पर विश्वास करता है उनको परमेश्वर का संतान होने का अधिकार दिया हुआ है। ഹല്ലേലൂയ. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ദൈവമക്കളെ, ഹല്ലേലൂയ, നാം ദൈവത്തിന്റെ മക്കളായി തീർന്നെങ്കിൽ നാം സകലത്തിനും അവകാശികളാണ്. अगर आप प्रभु परमेश्वर का संतान यीशु मसीह के द्वारा अगर बन गया तो परमेश्वर को जो कुछ भी अधिकार है, प्रभु का कोई भी आशीष हो, उसके लिए आप उसका वारिस है। ഹല്ലേലൂയ. നിങ്ങൾ മക്കൾ എന്നുള്ള അധികാരത്തിൽ നിന്നുകൊണ്ട് വേണം ഇനി നിങ്ങൾ മുന്നോട്ട് ജീവിക്കാൻ. आप आगे से परमेश्वर के चरणों में उनकी संतान है करके जो विश्वास के साथ आप आगे जीवन बिताना है। ഹല്ലേലൂയ. നാം അറിയേണ്ട ഒരു കാര്യം, ഹല്ലേലൂയ, നമ്മുടെ മക്കൾ എത്രമാത്രം അധികമായി നമ്മളെ ആശ്രയിക്കുന്നുണ്ട് അത് നമുക്ക് വ്യക്തമായിട്ട് അറിയാമല്ലോ. നമ്മുടെ മക്കൾ നമ്മളെ ആശ്രയിക്കുന്നു, എന്നാൽ ഹല്ലേലൂയ മറ്റൊരാളോട് പോയി അവർ ആവശ്യങ്ങൾ പറയുന്നില്ല. ഹല്ലേലൂയ, അതുപോലെ തന്നെ ഹല്ലേലൂയ 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 ബൈബിളിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, ഹല്ലേലൂയ ഹല്ലേലൂയ, ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ ഹല്ലേലൂയ സ്വർഗ്ഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്ന തന്റെ ഭക്തന്മാരുടെ വിഷയത്തിൽ ഹല്ലേലൂയ അത്ഭുതങ്ങളെ ചെയ്യും സഹോദരങ്ങളെ. हालेलुया, हमारा बच्चे लोग अपनी पिता माता होने की वजह से
अपने पास आकर बिल्कुल आश्रय पाकर हमारी उनके जीवन की जरूरतों को बताकर वो कार्य को प्राप्ति करता है। हालेलुया। वजह बाइबल में लिखा है, हालेलुया, बुरे होने के बाद भी हालेलुया तुम हालेलुया अपने बच्चों को भले वस्तु देना चाहते हैं तो तुम्हारी स्वर्गीय पिता तुम्हारे जीवन में कितने अधिक जो जरूरतों को भलाई वस्तुओं को देगा। ഹാലേലൂയ, ഹാലേലൂയ. സഹോദരങ്ങളെ, എന്നെ ഇന്ന് കേൾക്കുന്ന സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾക്ക് ആശ്രയിക്കാൻ ഒരു പിതാവുണ്ട്, നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ ഒരു ദൈവമുണ്ട്. ഹാലേലൂയ. ഇനി നിങ്ങളുടെ മുമ്പിൽ വരുന്ന ഏത് വലിയ വിഷയമായാലും നിങ്ങൾ നോക്കിയിട്ട് പറയണം, ഹാലേലൂയ, വിഷയമേ നീ അവിടെ നിൽക്ക്, എനിക്ക് ആശ്രയിപ്പാൻ ഒരു അപ്പനുണ്ടെന്ന് പറയണം. मुझे सुनने वाला हर एक व्यक्तियों को मैं ये बताना चाहता हूँ, आपके सामने आने वाला कोई भी मुसीबत हो, परेशानी हो, दिक्कत हो, आपको ये उस विषय को देखकर आप घबराना नहीं। वो विषय को आप ये बताना, मैं आश्रय करने वाला एक परमेश्वर है, मैं आधार रखने वाला एक यहोवा है, वो मेरी विषय के ऊपर अद्भुत कार्य करेगा। ഹല്ലേലൂയ. നമുക്ക് ദൈവ മക്കളാകുവാൻ, അതായത് യേശുവിൽ വിശ്വസിച്ചത് നിമിത്തം ദൈവ മക്കളാകുവാനാണ് ദൈവം നമുക്ക് അധികാരം തന്നത്. हम प्रभु यीशु में विश्वास करने की वजह से हम प्रभु का संतान बन गया। ഹാലേലൂയ. നാം അറിയേണ്ട ഒരു കാര്യം, ഹാലേലൂയ, ഏതെങ്കിലും ഒരു രാജാവിന്റെ മകൻ ഏതെങ്കിലും ഭാഗത്തുകൂടെ ഹാലേലൂയ എനിക്കെന്തെങ്കിലും തരണേ എന്ന് പറഞ്ഞ് മറ്റുള്ള ഒരാളോട് യാചിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? कोई भी राजा का बच्चा दूसरे के पास जाकर भीख नहीं मांगता है, मुझे कुछ दे दो करके। ഹാലേലൂയ. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രാജാക്കന്മാരുടെ രാജാവായ ഒരു ദൈവം, ഹാലേലൂയ, ഹാലേലൂയ, സകലത്തിന്റെയും ഉടയവനായ ഒരു ദൈവം, ഹാലേലൂയ, താൻ മാത്രം അമർത്യതയുള്ളവനായ ഒരു ദൈവം, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന ദൈവം, ഹാലേലൂയ, അവന്റെ സന്നിധിയിലാണ് നാം വന്നിരിക്കുന്നത്. ഹാലേലൂയ, ഹാലേലൂയ. ആ രാജാക്കന്മാരുടെ രാജാവ്, ഹാലേലൂയ, നമ്മുടെ പിതാവായി നമുക്കുള്ളത് കൊണ്ട് തന്നെ, ഹാലേലൂയ, നിങ്ങളുടെ ജീവിതത്തിൽ ഏതെല്ലാം വിഷയത്തിൽ കൂടെ നിങ്ങൾ കടന്നു പോകുന്നു, അവിടെ എങ്ങും കുലുങ്ങുവാനോ പതറുവാനോ ഹാലേലൂയ യാതൊരു കാരണവശാലും നിങ്ങൾ തളർന്നു പോകാനോ ഇടയാകരുത്. हालेलुया। हमारा प्रभु परमेश्वर राजाधि राजा है, प्रभुओं का प्रभु है। हालेलुया। जो उनके पास इतनी बड़ा ज्योति है, कोई भी लोग उनके पास तक नहीं आ सकता। इतनी बड़ा ज्योति को लेकर चलने वाला परमेश्वर है। वो परमेश्वर के पास अपनी संतान कुछ भी मांग करते हैं, वो मांगो उस परमेश्वर पूरा करता है। ഹാലേലൂയ. ഇനി നിങ്ങളുടെ മുമ്പിൽ ഏതെങ്കിലും ഒരു വിഷയം വരുമ്പോ നിങ്ങൾ ആ വിഷയത്തെ നോക്കിയിട്ട് പറയണം, എനിക്കൊരു അപ്പനുണ്ട്, എന്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് നിങ്ങൾ പറയണം. हालेलुया। आप हमेशा अपना परमेश्वर के सामने ये कहना, मेरे लिए एक पिता है जो मेरी प्रार्थना को सुनते हैं। हालेलुया। इसलिए मैं विषय कोई भी बातों में मैं नहीं डरना, मेरा पूरा करने वाले एक परमेश्वर है, वो मेरा पिता है। ഹാലേലൂയ. ഞാൻ ഒരൊറ്റ വാക്യം കൂടെ വായിച്ച് എന്റെ സമയം ഇവിടെ തീർന്നു എന്ന് ഞാൻ അറിയുന്നു. ഹാലേലൂയ. ഒരൊറ്റ വാക്യം കൂടെ വായിച്ച് ഞാൻ ഹാലേലൂയ ദൈവവചനത്തിൽ നിന്ന് ഇരിപ്പാൻ ആഗ്രഹിക്കുകയാണ്. मैं एक और वचन पढ़कर बैठना चाहता हूँ। ഹാലേലൂയ. 125 സങ്കീർത്തനം 1-2 വാക്യങ്ങൾ. एक भजन संहिता 125 उसका 1-2 वचन पढ़ेंगे। ഹല്ലേലൂയ. യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു. जो यहोवा पर भरोसा रखते हैं वे सिय्योन पर्वत के समान हैं, जो टलता नहीं वरन सदा बना रहता है। आमीन। പർവ്വതങ്ങൾ യെരൂശലേമിനെ ചുറ്റിയിരിക്കുന്നു. യഹോവ ഇന്നു മുതൽ എന്നേക്കും തന്റെ ജനത്തെ ചുറ്റിയിരിക്കുന്നു. जिस प्रकार यरूशलेम के चारों ओर पहाड़ है, उसी प्रकार यहोवा अपनी प्रजा के चारों ओर अब से लेकर सदा तक बना रहेगा। ഹല്ലേലൂയ. ഹാലേലൂയ. ദൈവമക്കളെ, നാം അറിയേണ്ട ഒരു കാര്യം നമ്മളോടായിട്ട് ദൈവം പറയുകയാണ്, യഹോവയിൽ ആശ്രയിക്കുന്നവർ എന്നേക്കും ഹാലേലൂയ ഹാലേലൂയ നിൽക്കുന്ന സിയോൻ, കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു. അതായത് നാം എങ്ങും കണ്ടിട്ടില്ല ഒരു പർവ്വതം എങ്ങും കിടന്ന് ഹാലേലൂയ ചഞ്ചലിക്കുന്നതായിട്ടോ എങ്ങും കിടന്ന് കുലുങ്ങുന്നതായിട്ടോ നാം കാണാറില്ല. ഹാലേലൂയ. അതുപോലെ തന്നെ യഹോവയിൽ ആശ്രയം വെക്കുന്ന ഒരു വ്യക്തി ഹാലേലൂയ കുലുങ്ങാതെ ഹാലേലൂയ നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു എന്ന് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് പറയുകയാണ്. यहाँ बता रहा है, वो जो परमेश्वर पर भरोसा रखने वाला सियोन पर्वत के समान
जो टलता नहीं है। कभी भी आप देखा नहीं, पर्वत कभी टलता नहीं है, हालेलुया, हिलते नहीं है, हालेलुया। उसी जैसे जो प्रभु यीशु मसीह पर, परमेश्वर पर भरोसा रखने वाला कभी टलने वाला नहीं है। ഹല്ലേലൂയ. പർവ്വതങ്ങൾ യെരൂശലേമിനെ ചുറ്റിയിരിക്കുന്നത് പോലെ തന്നെ ഹല്ലേലൂയ യഹോവ ഇന്നു മുതൽ എന്നേക്കും തന്റെ ജനത്തെ ചുറ്റി പരിപാലിക്കും. प्रकार यरूशलेम की चारों ओर पहाड़े हैं, उसी प्रकार यहोवा अपनी प्रजा के चारों ओर अब से लेकर सर्वदा तक बना रहेगा। ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഞാൻ ഇത്രയും പറഞ്ഞു നിർത്തുകയാണ്. ഹല്ലേലൂയ സഹോദരങ്ങളെ, നിങ്ങൾ എല്ലാവരും ദൈവത്തിൽ ആശ്രയിക്കുന്നവരും ഹല്ലേലൂയ യഹോവയിൽ തന്നെ ആശ്രയം വെക്കുന്നവരുമായി നിങ്ങൾ മാറുമ്പോൾ ഹല്ലേലൂയ നിങ്ങളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ഏതെല്ലാം പ്രതിസന്ധികളിൽ കൂടെ നിങ്ങൾ കടന്നു പോകട്ടെ, എങ്ങും കുലുങ്ങാത്തവരായി, എങ്ങും നിരാശപ്പെടാത്തവരായി, എങ്ങും ഭയം വരാത്തവരായി ദൈവത്തിന്റെ സന്നിധിയിൽ ഉറപ്പോടെ നിൽക്കുവാൻ നിങ്ങൾക്ക് കഴിയും. പർവ്വതങ്ങൾ യെരൂശലേമിനെ ചുറ്റിയിരിക്കുന്നത് പോലെ തന്നെ ഹല്ലേലൂയ ദൈവമക്കളായി തീർന്ന നിങ്ങളെ ദൈവം ചുറ്റി പരിപാലിക്കുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവം നിങ്ങളെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ദൈവസന്നിധിയിൽ ഇരുന്നു കൊള്ളുന്നു. विश्वास स्थिर रहे, जैसे पहाड़ यरूशलेम की चारों ओर है, उसी जैसा अपनी भक्तों को चारों ओर परमेश्वर है। हालेलुया। कभी पहाड़ टलता नहीं है, उसी जैसा प्रभु का दासों को प्रभु टलने नहीं देता। ये वचनों के द्वारा प्रभु आपको आशीष दे। ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. താങ്ക് യു സിസ്റ്റർ ജി, ഞങ്ങളുടെ മധ്യത്തിൽ കടന്നു വന്ന് അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം ശുശ്രൂഷിച്ചതിന് താങ്ക് യു. ദൈവം കൂടുതലായി അനുഗ്രഹിക്കട്ടെ.